KTU 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ S3 സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് മൊഡ്യൂൾ 4 തിയറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളിൽ ആദ്യമേ പഠിക്കുന്നത് മോസ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇതിനാണ് നമ്മൾ മോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മോസ്ഫെറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. മോസ്ഫെറ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്റർ. ഇത് മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഡിപ്ലീഷൻ മോസ്ഫെറ്റും ഉണ്ട്, എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റും ഉണ്ട്. ഇവിടെ നമ്മളിത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ചാനലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ആണ് കേട്ടോ. ഒരു ഫിഗർ കണ്ടില്ലായിരുന്നോ? ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ ചാർജസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യാനായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കും. അങ്ങനെ ഫിസിക്കലി അവിടെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. അതാണ് കണ്ടോ ഫിഗറിൽ N+N+ റീജിയന് ബിറ്റ്വീൻ ഒരു ചാനൽ കണ്ടോ? അതാണ് ചാർജസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യാനുള്ള പാത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ ചാനൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മോസ്ഫെറ്റിനെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. അത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് P സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റ് P ടൈപ്പ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ചാനൽ എന്ന് പറയുന്നത് N ടൈപ്പ് ആയിരിക്കും. ചെയ്യുന്നത് നമുക്ക് എന്തെടുക്കാം? N സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ചാനൽ എന്തായിരിക്കും? P ചാനലായിരിക്കും. അപ്പോൾ ആ ചാനലിനെ ബേസ് ചെയ്തിട്ടാണ് പേര് പറയണത്. അപ്പോൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് തന്നെ 2 ടൈപ്പാണുള്ളത്. N ചാനൽ ഡിപ്ലീഷനും ഉണ്ട്, P ചാനൽ ഡിപ്ലീഷൻ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇനി തൊട്ടപ്പുറത്ത് നോക്കി, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഇത് ബയാസ്ഡാണ്. ഫസ്റ്റ് കണ്ട ഫിഗർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡും, ഇത് ബയാസിങ് കൊടുക്കുമ്പോൾ ഉള്ളതിൻ്റെ ഡയഗ്രാണ് കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരിയാണ്, അല്ലെങ്കിൽ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അത് വരയ്ക്കാനായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു 5 മാർക്ക് 7 മാർക്കായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് 10 മാർക്ക് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫർ ക്യാരിയിൽ നോക്കി, നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS വേഴ്സസ് ഡ്രെയിൻ കറൻറ്റ് IDയുടെ ക്യാരിയാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 നമുക്ക് മാക്സിമം കറണ്ട് കിട്ടുക. അതിനാണ് നമ്മൾ IDS എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഡ്രെയിൻ ക്യാരിയിലാണെങ്കിൽ കണ്ടോ, ഡ്രെയിൻ കറണ്ട് വേഴ്സസ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിൻ്റെ ക്യാരിയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ഡിപ്ലീഷൻ മോസ്ഫെറ്റിൽ തന്നെ N ചാനലിൻ്റെ ക്യാരിയാണ്. അപ്പോൾ N ചാനലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചാണ് കറണ്ട് ഫ്ലോ കൂടുന്നത്. കണ്ടില്ലേ, ക്യാരിയിൽ റൈറ്റ് സൈഡിൽ VGSൻ്റെ വാല്യൂ ആദ്യം -1, 0, 1 അങ്ങനെയായിരുന്നു. അപ്പോൾ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോ എന്തുണ്ടാവും? കൂടും. ഇത് സെയിം തന്നെയാണ് നമുക്ക് P ടൈപ്പിലും പഠിക്കാനുള്ളത്. അപ്പോൾ ക്യാര കണ്ടോ, രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് VGSൻ്റെ വാല്യൂസ് ആണ് കേട്ടോ. P ടൈപ്പ് വരുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ചാണ് എന്തുണ്ടാവുക? കറണ്ട് ഫ്ലോ നമുക്ക് കൂടുന്നത്. N ടൈപ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് P ടൈപ്പ്. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു ഫിഗർ പഠിക്കുക, വാല്യൂസ് മാത്രം അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞ ഡിപ്ലീഷൻ അല്ലേ. ഇനി ഇതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്, അതാരാണ്? എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് കേട്ടോ. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ മോസ്ഫെറ്റിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി അവിടെ എന്തുണ്ടായിരിക്കില്ല? ഫിസിക്കൽ ചാനൽ ഉണ്ടായിരിക്കില്ല. അത് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബയാസിങ് കൊടുക്കുമ്പോൾ അവിടെ ചാർജസ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് എന്തുണ്ടാവും? ചാനൽ ഫോം ചെയ്യും. അതിനാണ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഹാൻസ്മെൻറ്റ് അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. P ചാനലുണ്ട്, N ചാനലുണ്ട്. ഏത് സബ്സ്ട്രേറ്റ് എടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ചാനൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് N ചാനലിൻ്റെ ക്യാരിയാണ്. അപ്പോൾ അതിൽ കണ്ടോ, നേരത്തെ സെയിം ഫിഗർ തന്നെ VGSൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്? കറണ്ട് വാല്യൂ കൂടുന്നത്. P ചാനലിൽ വരുമ്പോൾ VGSൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ചായിരിക്കും കറണ്ട് ഫ്ലോ കൂടുന്നത്. അൺബയാസ്ഡും ലാസ്റ്റ് നമ്മുടെ ഫിഗർ പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ് ബയാസ്ഡിൻ്റെ കേട്ടോ. എൻഹാൻസ്മെൻറ്റ് ബയാസിങ് കൊടുക്കുമ്പോഴുള്ള ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബയാസിങ് കൊടുക്കുമ്പോൾ കണ്ടോ, Nന് ബിറ്റ്വീൻ എന്ത് സംഭവിച്ചു? ചാനൽ അവിടെ ഫോം ചെയ്തു. ഇനീഷ്യലി ആ ഫിസിക്കൽ ചാനൽ അവിടെ ഉണ്ടായിരിക്കില്ല. അതാണ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. അടുത്ത ടോപ്പിക്ക് ബോഡി എഫക്റ്റ് അഥവാ സബ്സ്ട്രേറ്റ് ബയാസ് എഫക്റ്റ് കേട്ടോ. ഇതിൽ നമ്മൾ റിവേഴ്സ് ബയാസിങ് കൊടുക്കുമ്പോൾ ഡിപ്ലീഷന് വിട്ടുന്നുണ്ടാവും കൂടും. ഈ റിവേഴ്സ് ബയാസിങ് അഥവാ ഫോർവേഡ് ബയാസിങ് എന്താ നമ്മൾ ഓൾറെഡി പ്രീവിയസ് മോഡിൽ ക്ലാസ്സിൽ പഠിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിങ് കൂടുമ്പോൾ ഡിപ്ലീഷൻ്റെ വിട്ടും അവിടെയുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ എണ്ണം ഒന്നുണ്ടാവും ഇൻക്രീസ് ചെയ്യും. അതെന്ത് സംഭവിക്കും? ത്രെഷോൾഡ് വോൾട്ടേജിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബോഡി എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് ബയാസിങ് കൊടുക്കുമ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജിന് എന്ത് വരും? ചേഞ്ച് വരും. കാരണം എന്താ? ചാർജ് കാരിയേഴ്സിൻ്റെ എണ്ണം അവിടെ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ബോഡി എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ താഴെ 2 എഴുതിയിട്ടുള്ളത്. ഒന്ന് ബയാസ്ഡ് കണ്ടീഷനിലും മറ്റേത് നോ ബയാസിങ്ങിലാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ബോക്സിൽ കുറച്ച് ഇക്വേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യാനായിട്ട്, അതിൻ്റെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഫുള്ള് വർക്കൗട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് പഠിച്ചു വെക്കണം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട്.